ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഓണപരീക്ഷയുടെ ഒരു ചോദ്യപേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ അല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടെക്സ്റ്റ് ബുക്ക് മാറിയതിന് ശേഷമുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അവിടെ ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മിസ് അതിൻ്റെ കൂടെ പറയാം കേട്ടോ. ഇവിടെ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ ചോദ്യം 8.5 സ്ക്വയർ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. ബ്ലാങ്ക് ആയിട്ട് മിക്കവാറും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതായത് 8.5ൻ്റെ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് 2 ടേം തന്നിട്ടുണ്ട്, ഒന്ന് മിസ്സിംഗ് ആണ് അല്ലേ? 8.5നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഡെസിമൽ നമ്പറിനെ നമുക്കറിയാം. ഇപ്പോൾ 25ൻ്റെ സ്ക്വയറാണ് ചോദിച്ചാൽ നമ്മൾ 20 + 5 എന്നാണ് എഴുതാറുള്ളത്. ശരിയല്ലേ? 32ൻ്റെ വർഗ്ഗം കാണാനാണെങ്കിൽ 30 + 2. അങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ദശാംശ സംഖ്യയാണ് അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ തന്നെ പഠിച്ചിട്ടുണ്ട് 8.5നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 8.5 എന്ന് പറഞ്ഞാൽ 8ഉം 0.5ഉം ചേർന്നാലല്ലേ 8.5 വരിക. അപ്പോൾ മിസ് 8.5നെ 8 + 0.5 ഹോൾ സ്ക്വയർ വർഗ്ഗം കാണാനുള്ള ചോദ്യമാണ് അല്ലേ? നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യുക. ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ ഇൻറ്റു 2. ഈ 2ന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ 2 മറന്നു പോകരുത് കേട്ടോ. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ നമ്പറിൻ്റെ സ്ക്വയർ കൂടി എഴുതുന്നു. അതായത് 0.5ൻ്റെ സ്ക്വയർ. ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ ഇവിടെയും വരും, അവസാനത്തെ നമ്പറിൻ്റെ സ്ക്വയർ അവസാനവും വരും. ശരിയല്ലേ? അതിൻ്റെ ഇടയിലൊക്കെ ആരുണ്ട്? ഒരു പ്ലസ് ഉണ്ട്. 8ൻ്റെ സ്ക്വയർ എത്ര വരും? 8 × 8 64. ഓക്കെ, അപ്പോൾ 64 അല്ലേ? പിന്നെ സെക്കൻഡ് നമുക്ക് എന്താ കിട്ടുക? 8 × 0.5 × 2. അതായത് നമുക്ക് എങ്ങനെയാണ് ഡെസിമൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക? ദശാംശ സംഖ്യയാണ് അല്ലേ? ദശാംശം ഒഴിവാക്കിയിട്ട് ഗുണിക്കാം. അതായത് 8 × 5 × 2 ചെയ്യാം. ശരിയല്ലേ? 8ഉം 5ഉം 2 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 8 × 8 5 40. 40 × 2 എന്ത് വരും? 80 എന്ന് വരും. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അവസാനം പോയിന്റ് ഇട്ട് കൊടുക്കുക അല്ലേ? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറാണ് വരുന്നത്. അപ്പം നമ്മുടെ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര? ഒരു നമ്പർ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതായത് ഈ 0നെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പുറത്തെ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് ദശാംശ സംഖ്യകളുടെ ഗുണനം. ഇത്രയേ ഉള്ളൂ. ഇത് ഗുണിക്കുന്ന സമയത്ത് ഇതിൽ ഒരു നമ്പറിൽ മാത്രം പോയിന്റ് വരുന്നുണ്ട്. ഇതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ നമ്പർ, ഒറ്റ ഡിജിറ്റ് അല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് വരുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ 8 എന്ന് വരും. സോ 8 അല്ലേ? പിന്നെ ലാസ്റ്റ് 0.5ൻ്റെ സ്ക്വയർ വരുന്നുണ്ട്. അതാണെങ്കിലോ 0.5ൻ്റെ വർഗ്ഗം എന്ന് ഉദ്ദേശിച്ചാൽ 0.5 × 0.5. നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് ഒഴിവാക്കി വായിച്ചാൽ 5 × 5 5 5 25. ശരിയല്ലേ? ഇനി എവിടെ പോയിന്റ് ഇട്ട് കൊടുക്കാം? ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ, ഇവിടെയും 1. അപ്പോൾ ടോട്ടൽ 2 നമ്പർ മാറ്റിയിട്ട് ഇപ്പുറത്ത് വേണം നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കാൻ. മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നോക്ക്, ഇവിടേക്ക് വരുന്ന സമയത്ത് 64 ഇവിടെ ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ 64 ഉണ്ട്. 0.25 ആണ് കേട്ടോ. അവരോട് മാറിപ്പോയതാ 35 എന്ന്. ഇവിടെ ലാസ്റ്റ് 25 വരും. അപ്പോൾ ഇടയിലുള്ള ആരാ മിസ്സിങ്? ഈ 8 ആണ് മിസ്സിങ്. ആ 8 ഓപ്ഷനിൽ ഉണ്ടോ നോക്ക്. അതാ ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. Which 3 measures of a triangle being equal to the same measures of another triangle makes the remaining 3 measures are also equal? അതായത് ഒരു 3 measures of a triangle, ഒരു ത്രികോണത്തിൻ്റെ 3 അളവുകൾ മറ്റൊരു ത്രികോണത്തിൻ്റെ 3 അളവുകൾക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ make the remaining 3 measures are also equal. ഇതിൽ നമുക്ക് 3 എണ്ണം ഈക്വലാന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് എന്ത് പറയാം? 3 സൈഡുകൾ ഈക്വൽ ആണെന്ന് പറയാം. ശരിയല്ലേ? 3 അളവുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ 3 സൈഡുകളും ഈക്വൽ ആയിരിക്കും. നമ്മൾ SSS റൂള് പഠിച്ചതാണ് അല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ ഈക്വൽ മെഷർ വന്നാൽ അതിലെ 3 സൈഡ്സും മ്യൂച്വലി ഈക്വൽ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് നോക്കാം. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ബിലോ. ദ സം ഓഫ് ഇന്നർ അത് നമുക്ക് വരുന്നില്ല അല്ലേ? നിങ്ങൾക്ക് വരാത്ത ചാപ്റ്ററാണ്. അതായത് ഇപ്രാവശ്യം എക്സാമിന് ഇല്ലാത്ത ചാപ്റ്ററാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. ഓൾ സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. അതായത് ഓഡ് നമ്പറിൻ്റെ സ്ക്വയേഴ്സും ഓഡ് നമ്പർ ആയിരിക്കും. ഒറ്റ സംഖ്യകളുടെ വർഗ്ഗവും എന്ത് തന്നെയായിരിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. നമ്മൾ
1, 3, 5, 7 ഇതിനെയൊക്കെ അല്ലേ നമ്മൾ ഒറ്റ സംഖ്യ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ് അല്ലേ. 3ന്റെ സ്ക്വയർ 3 × 3 9 ആണ്. 5ന്റെ സ്ക്വയർ 5 × 5 25. ഇത് ഓഡ് നമ്പർ ആണ്. അതായത് ഓഡ് സംഖ്യകളുടെ ഓഡ് നമ്പേഴ്സിന്റെ വർഗവും സ്ക്വയറും എന്തായിരിക്കും? ഓഡ് നമ്പർ തന്നെയായിരിക്കും. Therefore the first statement is true. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഡിവൈഡഡ് ബൈ 3 ലീവ്സ് റിമൈൻഡർ 2. അതായത് ഏതൊരു പൂർണ്ണവർഗത്തെയും ഒരു സ്ക്വയർ നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ കിട്ടുമെന്ന്. നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ എക്സാമ്പിൾ നോക്കാം. ഏത് വേണമെങ്കിലും നോക്കാം കേട്ടോ. 1ന്റെ സ്ക്വയറോ 2ന്റെ സ്ക്വയറോ 3ന്റെ സ്ക്വയറോ 4ന്റെ സ്ക്വയറോ ഒക്കെ പെർഫെക്റ്റ് സ്ക്വയറാണ്. നമുക്ക് 4ന്റെ സ്ക്വയർ വെറുതെ മിസ്സൊന്നും എടുത്തോന്നേ ഉള്ളൂ, ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 4ന്റെ സ്ക്വയർ 16, ശരിയല്ലേ? 4 × 4 16. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ക്വയറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടും എന്നാണ് പറയുന്നത്. ശിഷ്ടം 3 വരും. 16നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ശിഷ്ടം 3 വരുമോ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറക്റ്റ് 8 2 16. ശിഷ്ടം 0 ആണ് അല്ലേ? റിമൈൻഡർ 0യാ. റിമൈൻഡർ 2 വരുന്നുണ്ടോ? റിമൈൻഡർ 3 വരുന്നുണ്ടോ? ഇല്ല, റിമൈൻഡർ 3 ആണ് കേട്ടോ. ലീവ്സ് തിരിച്ചാണ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ദ പെർഫെക്റ്റ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരണം എന്നാ? 2 വരണം എന്നാ. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 4 3 12, ശരിയല്ലേ? 5 3 15. 5 പ്രാവശ്യം പോലെ. ഇപ്പോൾ 5 3s are 50. പക്ഷേ ശിഷ്ടം വരുന്നത് എന്താ? 1 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലീവ്സ് റിമൈൻഡർ 2 എന്നാണ്. 2 ശിഷ്ടം വരുന്നുള്ളത് തെറ്റല്ലേ? നമുക്ക് ശിഷ്ടം 1 അല്ലേ കിട്ടിയത്. ഇനി വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോക്ക്. 5ന്റെ സ്ക്വയർ നോക്കാം. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? 5ന്റെ സ്ക്വയർ 25. അങ്ങനെ സ്ക്വയർ നമ്പറുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അതായത് നാച്ചുറൽ നമ്പറിൻ്റെ എണ്ണൽ സംഖ്യകളുടെ വർഗത്തെയൊക്കെ നമുക്ക് പൂർണ്ണവർഗം എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ 25 എന്ന പൂർണ്ണവർഗത്തെ 3 കൊണ്ട് ഹരിക്കണം. നമുക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ കിട്ടുക? എത്ര വരും? 8 3 24, ശരിയല്ലേ? ശിഷ്ടം 1 ആണ് വരിക. നമ്മളോട് ഇവിടെ 2 വരുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഫാൾസ് ആണ്. ഇനി അടുത്ത് നോക്കാം. ദ സ്ക്വയർ ഓഫ് ഓഡ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 1. സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ, ഒറ്റ സംഖ്യകളുടെ സ്ക്വയറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരും, റിമൈൻഡർ 1 വരും എന്നാണ് പറയുന്നത്. അതായത് 1 സ്ക്വയർ 3 സ്ക്വയർ 5 സ്ക്വയർ 7 സ്ക്വയർ, ഇതാണ് എന്ത്? ഒറ്റ സംഖ്യകളുടെ വർഗം എന്ന് പറയുന്നത്. 5ന്റെ സ്ക്വയർ 25, 7ന്റെ സ്ക്വയർ 49 അല്ലേ? അങ്ങനെ പോകും. നമുക്കിതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? മിസ് 25ന് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഒറ്റ സംഖ്യേൻ്റെ വർഗ്ഗമാണല്ലോ അത്, ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ 25. ഇതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എത്ര വരും? 6 4 24, ശരിയല്ലേ? ശിഷ്ടം എത്രയാണ് വരുന്നത്? 1. അത് തന്നെയല്ലേ അവരും പറഞ്ഞത് റിമൈൻഡർ 1 കിട്ടുമെന്നത്. അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. പെർഫെക്റ്റ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 2 or 0. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് പെർഫെക്റ്റ് സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റിമൈൻഡർ 2ഓ അല്ലെങ്കിൽ 0ഓ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? നമ്മളിതിനൊക്കെ എന്തുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനാ? പൂർണ്ണവർഗ്ഗങ്ങൾ അല്ലേ? അതായത് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. 1 2 4 9 16 ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇവിടെ നിൽക്കൊന്നുമില്ല കേട്ടോ. 5ന്റെ സ്ക്വയർ 6ന്റെ സ്ക്വയർ അങ്ങനെ എല്ലാത്തിൻ്റെയും വർഗ്ഗം കണ്ടുപിടിക്കാം. ഇതിൽ ഏതൊരു വർഗ്ഗം, ഞാൻ 16നെ സെലക്ട് ചെയ്യുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ റിമൈൻഡർ 0 വരും, അല്ലെങ്കിൽ 2 വരുന്ന. നോക്ക്, 4 4 4 16, അപ്പോൾ 0. അതിൽ ശരിയാ അല്ലേ? അപ്പോൾ 1ൽ ശരിയാണെന്ന് വെച്ചിട്ട് എപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. 9 എടുക്കാം. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 9ന് 4 കൊണ്ട് ഹരിച്ച് നോക്ക്, എത്ര വരിക?
2 4 8. പക്ഷെ അവിടെ ശിഷ്ടം വന്നത് എന്താ? 1 അല്ലേ? നമ്മളോട് പറഞ്ഞത് എപ്പോൾ ഒരു പൂർണ്ണവർഗത്തെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചാലും ഡിവൈഡ് ചെയ്താലും ശിഷ്ടം ഒന്നില്ലെങ്കിൽ 2 അല്ലെ 0 വരും. പക്ഷെ ഇവിടെ നോക്ക്, ശിഷ്ടം 1 വന്നില്ലേ? അതായത് ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അതായത് ഇത് തെറ്റായിരുന്നു, ഇത് ശരിയാണ്. അതായത് ഏതൊക്കെയാണ് ശരി പറഞ്ഞത്? 1ഉം 3ഉം കറക്റ്റാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നോക്ക്. 1 and 3 are ട്രൂ. കറക്റ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോളിഗൺ എന്ന് വരുന്ന ബഹുഭുജമാണ്, നമുക്ക് എക്സാമിന് ഇല്ല. നെക്സ്റ്റ്, in the quadrilateral shown, the left and right sides of the diagonal are equal to the left and right sides below the diagonal. Calculate all angles of the quadrilateral. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഒരു ചതുർഭുജം അല്ലേ? 4 സൈഡുള്ള ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുക. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു ഡയഗണൽ അല്ലേ ഇത്? ഒരു വികർണമല്ലേ ഇത്? അല്ലേ? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? ചതുർഭുജം. ഡയഗണൽ എന്ന് പറഞ്ഞാലോ? വികർണം. ശരിയല്ലേ? എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്? ഒരു ചതുർഭുജത്തിൻ്റെ ഈ ചതുർഭുജത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ വികർണത്തിൻ്റെ മുകളിലുള്ള ഇടത് ഭാഗത്തെയും വലത് ഭാഗത്തെയും സൈഡ്സ് അല്ലേ? സൈഡ്സ് എബോവ് ദ ഡയഗണൽ ആർ ഈക്വൽ ടു ദ ബിലോ ദ സൈഡ്സ്. അതായത് ഈ ഇടത് ഭാഗത്തുള്ളത് ഈ ഇടത് ഭാഗത്തിനും ഇതും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇതൊരു 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 ആയിരിക്കും. ഇത് 4 ആണെങ്കിൽ ഇത് 4 ആയിരിക്കും. അതായത് ഈ സൈഡ്സ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. ഇനി നിങ്ങളോട് പറഞ്ഞത് കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ. ഇതിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. എടാ, ഈ ചതുർഭുജത്തിന് ഒരു വികർണം വരച്ചപ്പം, ഒരു ഡയഗണൽ വരച്ചപ്പം ഈ ക്വാഡ്രിലാറ്ററൽ 2 ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ആയില്ലേ? മുകളിൽ ഇതാ ഒരു ത്രികോണം, താഴെ ഇതാ ഒരു ത്രികോണം. നമുക്കറിയാം 2 ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ അവയ്ക്ക് ഈക്വലായിട്ട് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സെയിം ആയിരിക്കും അല്ലേ? തുല്യമായ വശങ്ങൾക്കെതിരെ വരുന്ന കോണുകൾ തുല്യമായിരിക്കും. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് 40 എന്ന് തന്നിട്ടുണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇവിടെ എന്ത് തന്നെയായിരിക്കും? ഇത് 40 തന്നെ ആയിരിക്കുമല്ലോ, ഉറപ്പല്ലേ? കാരണം എന്താ? ഈ വശവും തുല്യ. അപ്പോൾ ഒന്നാമത്തെ ത്രികോണത്തിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് 40 വരുള്ളൂ. അപ്പോൾ അത് കിട്ടി. അതേപോലെ ഈ വശത്തിൻ്റെ ഓപ്പോസിറ്റ് 30 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തേ വരുള്ളൂ? 30 എന്നേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. അത് രണ്ടും കിട്ടിയല്ലോ. എടാ, ഇനി നിങ്ങൾക്ക് നോക്കുക, ഇപ്പം 2 ആംഗിൾസ് നമുക്ക് കിട്ടിയല്ലോ. ഇനി നിങ്ങൾ നോക്കുക, നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ 3 ആംഗിൾസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, മുകളിൽ നമുക്ക് 40 30 കിട്ടിയിട്ടുണ്ട്, 40 30. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി, ശരിയല്ലേ? 30 + 40 സബ്ട്രാക്ട് ചെയ്യുന്നു. അതായത് 180 മൈനസ് 30 40 കൂട്ടി 70 കിട്ടും അല്ലേ? 180 നിന്ന് 70 കുറച്ചാൽ എത്ര കിട്ടും? 110 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ 110 അതേ കോണ് തന്നെയല്ലേ ഇവിടെയും വരിക? കാരണം എന്താ? നമുക്ക് ഇതും 40 30 ആണ്, ഇവിടെയും 40 30 ആണ്. അപ്പോൾ രണ്ടും നമുക്ക് 110 എന്ന് കിട്ടി, 110 എന്ന് കിട്ടി. ഇനി നിങ്ങളോട് ചോദിച്ചത് ഈ 4 കോണുകൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ? അപ്പോൾ എത്രയാണ് വരുന്നത്? 110 വരും. പിന്നെ ഈ 40 40 കൂട്ടണം അല്ലേ? 40 40 80, 30 30 എത്ര വരും? 60, പിന്നെ ഒരു 100, 110, ശരിയല്ലേ? അപ്പം ഇതാണ് ഈ ചതുർഭുജത്തിൻ്റെ 4 കോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതായത് ഈ ചതുർഭുജം എന്ന് പറയുമ്പോൾ ഈ മുഴുവൻ കോൺ എടുക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇത് കൂട്ടിയത് കേട്ടോ. ഈ മുഴുവനായിട്ടുള്ള കോണാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. സിമ്പിൾ ആണല്ലോ. ഇനി ചോദിച്ചത് 1 ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 80 ഡിഗ്രി. വാട്ട് ക്യാൻ ബി ദ അതർ 2 ആംഗിൾസ്? അതായത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സമപാർശ്വ ത്രികോണം അല്ലേ? സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 ആംഗിൾസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഇവിടെ ഏത് വേണമെങ്കിലും 80 എടുക്കാം, ശരിയല്ലേ? മിസ് ഇവിടെ 80 എടുത്തു എന്ന് വിചാരിക്കേ. ഐസോസെലസ് ട്രയാങ്കിൾ സമപാർശ്വത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, 2 വശങ്ങളും 2 കോണുകളും ഈക്വൽ ആയിരിക്കും, ശരിയല്ലേ? 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണത്തിനെയാണ് ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ ഈ എന്തെന്ന് പറയുന്നത്? സമപാർശ്വ ത്രികോണം.
അപ്പോൾ ഈ രണ്ട് സൈഡ് ഈക്വൽ, ഇതിൻ്റെ രണ്ടിൻ്റെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ കോണും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ 80 വരും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് സെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പോൾ 180ൽ 80 ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എത്ര കൂടെ ഉണ്ടാവും? 180ൽ നിന്ന് 80 സബ്ട്രാക്ട് ചെയ്താൽ 100 ഉണ്ടാവും അല്ലേ? ഈ 100 എന്ന് പറയുന്ന ഡിഗ്രി ഈ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ നമ്മൾ തുല്യമായിട്ട് ഭാഗിക്കണം. അതായത് ഇത് 50 ഇത് 50 എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഏത് രീതിയിൽ പറയാം? തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് 80 ഡിഗ്രി എവിടെയാന്ന് അവർ പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ ഈ തുല്യമായ കോണുകളാണ് 80 80 എന്നുണ്ടെങ്കിൽ മറ്റ് കോൺ എത്രയാണ് വരിക? ഇത് പറഞ്ഞൂടെ? ഒരു കോൺ 80 ആണെങ്കിൽ ഇവിടെയാണ് 80 വെച്ചാൽ ഇതും 80 തന്നെയായിരിക്കും. കാരണം ഈ രണ്ട് വശങ്ങൾ തുല്യമല്ലേ. അപ്പോൾ 80ഉം 80ഉം 160 വരും അല്ലേ? ബാക്കി എത്ര വരും? 20 ഡിഗ്രി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് പറയാം? ഒരു ത്രികോണത്തിൽ, ഒരു സമപാർശ്വ ത്രികോണത്തിൽ ഒരു കോൺ 80 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് സാധ്യതകളിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യത്തിൽ എന്താ? 65 സ്ക്വയർ എന്ന് പറയുന്നത് 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് എഴുതണം? 130നെ ഇതേപോലെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ എഴുതിയതിനെയാണ് കേട്ടോ. പൂർണ്ണവർഗങ്ങളുടെ തുകയായിട്ട് നമുക്ക് 130നെ മാറ്റി എഴുതണം. അതായത് 130 ഈക്വൽ ടു ഒരു നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് മറ്റൊരു നമ്പറിൻ്റെ സ്ക്വയർ. ഈ രീതിയിൽ നമുക്ക് മാറ്റി എഴുതണം. 130 എന്ന് പറയുന്നത് ഈ 65ൻ്റെ ഡബിൾ ആണ്. ശരിയല്ലേ? 65ൻ്റെ ഇരട്ടിയാണ്. 65നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 130 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, 65നെ നമുക്ക് എങ്ങനെ എഴുതാം? 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? 65ൻ്റെ പൊസിഷനിൽ ഞാൻ എന്തെഴുതി? 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതി. എന്നിട്ട് മിസ് അതിനെ 2 കൊണ്ട് അല്ലേ? ബാക്കി ഇൻറ്റു 2 അതേപോലെ എഴുതി. 65ൻ്റെ പൊസിഷനിലുള്ള നമ്പറിനെ 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയറും എന്നെഴുതി. നമ്മളൊരു ഐഡൻറ്റിറ്റി, ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിൽ എവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം. ആ ഒരു ഫോമിലല്ലേ ഇതുള്ളത്? നോക്ക്, 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ 2 എന്ന് പറയുന്നത് രണ്ടാമത് വന്നു എന്നേ ഉള്ളൂ അല്ലേ? ഇതിനെ മാറ്റിയിട്ട് മിസ്സിന് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാം. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ ഫോമിലല്ലേ 2 ഇൻറ്റു 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്നുള്ള ഫോമുല. ഇവിടെ എൻ്റെ പ്ലേസിൽ 8 ആണ്, ബീൻ്റെ പൊസിഷനിൽ 1 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇത് എയും ഇത് ബിയും ആയിട്ട് എഴുതുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. എൻ്റെ പൊസിഷനിൽ 8 ആണ്. അപ്പോൾ 8 പ്ലസ് 1 അല്ലേ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. 8 മൈനസ് 1 ഹോൾ സ്ക്വയർ. 8നോട് 1 ആഡ് ചെയ്താൽ 9 വരും. ശരിയല്ലേ? 9 സ്ക്വയർ പ്ലസ് 8ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താലോ 7 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എവിടുന്നാ? 130ൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. 130നെ 65 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ ഈ 65 എന്ന് പറയുന്ന സംഭവം അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണെന്ന്. അപ്പോൾ മിസ് അത് എഴുതി. ഇൻറ്റു 2 അതേപോലെ എഴുതി. അപ്പോൾ ഇത് ഏത് രൂപത്തിലാണുള്ളത്? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എൻ്റെ പൊസിഷനിൽ 8ഉം ബീൻ്റെ പൊസിഷനിൽ 1ഉം ആണ്. സോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന് പകരം ഞാൻ എന്തെഴുതി? 8 പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 8 മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ 8നോട് 1 കൂട്ടിയാൽ 9, 8ൽ നിന്ന് 1 കുറച്ചാൽ 7. അപ്പോൾ നിങ്ങളോട് പറഞ്ഞത് സം ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആക്കി മാറ്റാനല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, 2 പൂർണ്ണവർഗങ്ങളുടെ തുകയായിട്ട് നമ്മൾ എഴുതിയില്ലേ 130നെ. എന്താ ആൻസർ? 130 ഈക്വൽ ടു 9 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. അതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഓർമ്മയിൽ ഉണ്ടാവുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. സി എ പാറ്റേൺ ഓഫ് ദീസ് ഇക്വേഷൻ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു 3 വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1. 3 സ്ക്വയർ, അങ്ങനെ 3 ലെയർ തന്നിട്ടുണ്ട് അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? റൈറ്റ് ദ നെക്സ്റ്റ് ഇക്വേഷൻ ഇൻ ദിസ് പാറ്റേൺ. നെക്സ്റ്റ് അടുത്ത വരിയിലുള്ള എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതായത് നിങ്ങളിത് കമ്പയർ ചെയ്യേണ്ട എങ്ങനെയാണ്? ഇങ്ങനെ നോക്കിയാൽ മതി. 2, 3, 4 സ്വാഭാവികമായിട്ട് അടുത്തത് 5 സ്ക്വയർ ആയിരിക്കും അല്ലേ? ഇവിടെ 1 സ്ക്വയർ, 1, 2, 3. അടുത്തത് എന്താ വരിക? 4 സ്ക്വയർ.
കറക്റ്റ് അല്ലേ? 3, 5, 7 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ അടുത്ത ഒറ്റ സംഖ്യ ഏതാ വരിക? 9. ഓഡ് നമ്പർ 2 + 1 3 + 2 2 3 4 അല്ലേ? അപ്പം അടുത്തത് 5 1 2 3 അടുത്തത് 4. ഇത്രയല്ലേ ഉള്ളൂ സംഭവം. അതായത് ഈ റോ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് അടുത്ത ലൈന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാം. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ജനറൽ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് ഇൻ ഓൾജിബ്ര. അതായത് ആ എഴുതിയ വരികളെ നമുക്ക് എങ്ങനെ ഓൾജിബ്ര ഉപയോഗിച്ച് പറയാം എന്നുള്ളതാണ് പറയുന്നത്. എടാ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഒരു നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത 2 ആണെങ്കിൽ 2ൽ നിന്ന് 1 കുറച്ചതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത്. അതേപോലെ 3 എടുത്തപ്പോൾ 3ൽ നിന്ന് 1 കുറച്ചു, 4 എടുത്തപ്പോൾ 4ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തു അല്ലേ? അങ്ങനെ ഡിഫറൻസ് ആണ്. അപ്പം മിസ് ജനറലി ആദ്യത്തെ നമ്പറിനെ n എഴുതുന്നു അല്ലെങ്കിൽ x എന്ന് എഴുതുന്നു, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാൻ ഫസ്റ്റ് നമ്പറിനെ n എന്ന് എഴുതുന്നു. ഏത് നമ്പർ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതാ n-ൽ നിന്ന് മിസ് എന്ത് ചെയ്യുന്നു? അപ്പം n² - ശരിയല്ലേ? ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ വർഗം എന്നിട്ട് മൈനസ് ചെയ്യുന്നു. ഇത് n ആണ്. ഇത് 4 ആയപ്പോൾ 4ൽ നിന്ന് കുറച്ചതാണ് 3, 3 ആകുമ്പോൾ 3ൽ നിന്ന് കുറച്ചതാണ് 2. അപ്പോൾ n ആകുമ്പം n-ൽ നിന്ന് 1 കുറച്ച് n-1 എന്ന് എഴുതാലോ. എന്നിട്ട് നമുക്ക് മുഴുവനായിട്ട് എന്ത് എഴുതാം? സ്ക്വയർ എന്ന് എഴുതാം. n² - n-1 ഹോൾ സ്ക്വയർ അല്ലേ? n² ഞാൻ എന്ത് തന്നെ എഴുതുന്നു? n² തന്നെ എഴുതുന്നു. ഇനി നിങ്ങൾ നോക്ക്, n-1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x - y ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ ഉള്ളത്. x - y ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്താ? x - y ഹോൾ സ്ക്വയർ x² - 2 × x × y + y². ശരിയല്ലേ? ഈ ഒരു ഇക്വേഷൻ മറന്നു പോകരുത്. ഈ സെക്കൻഡ് ടേം മൈനസ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ആരാ? n ആണ്, വൈൻ്റെ പ്ലേസിൽ 1 ആണ്. ശരിയല്ലേ? സോ x² പകരം n² - 2 × x × y ആണല്ലേ? അപ്പോൾ 2 × n × 1 + 1². y² പ്ലേസിൽ ആരാ? 1². ദാറ്റ് ഈസ് ഈ ടേം കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇടണം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പ്, അതായത് n² - ഈ ബ്രാക്കറ്റ് അവിടെ നിൽക്കട്ടെ, n². ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തൂടെ? 2 × n × 1 2 × n-നെ 2n എന്ന് എഴുതാം അല്ലേ? അപ്പോൾ -2n പ്ലസ് 1ൻ്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് തുറക്കാം. അതായത് n² - n². ഈ n² ആണ് ഇത് കേട്ടോ. അപ്പോൾ ആ n² എഴുതി -n², പിന്നെ ഈ മൈനസ് കൂടി ഗുണിച്ചാൽ എന്താവും? പ്ലസ് ആവും. +2n, പിന്നെ ഈ മൈനസും പ്ലസും. ബ്രാക്കറ്റ് തുറക്കുന്ന സമയത്ത് നമ്മൾ സൈനുകൾ മാറും. അതായത് പുറത്തുള്ള മൈനസ് ഉള്ളിലേക്ക് നമ്മൾ ഗുണിക്കണം. നമ്മളിതൊക്കെ നമ്മൾ ക്ലാസ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ വേണമെങ്കിൽ അത് പോയി കാണാം കേട്ടോ. ഇത് സ്പീഡിൽ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൈനസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. ഓക്കെ, n² n² സബ്ട്രാക്ട് ചെയ്താൽ 0 ആയിപ്പോൾ. സോ ദ ഫൈനൽ ആൻസർ എന്ത് വരും? 2n - 1 എന്ന് വരും. നമ്മൾ n എടുക്കുന്ന സംഖ്യയിൽ നിന്ന് സംഖ്യ തന്നെയാണല്ലോ എവിടെ n ആയിട്ട് വരുന്നത്. അപ്പോൾ ആ n-നെ ഈ n² - n-1 ഹോൾ സ്ക്വയർ ചെയ്ത അവസാനം കിട്ടുക 2n - 1 എന്നാണ്. ആ ഒരു കാര്യം, ആ റീസൺ കൊണ്ടാണ് എന്ത് കിട്ടുന്നത്? ഇതിൻ്റെ ആൻസർ 7 എന്ന് കിട്ടുന്നത്. നിങ്ങൾ നോക്ക്, ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് എന്താ? മിസ് n² - എന്നല്ല എഴുതിയത്. അപ്പോൾ n-ൻ്റെ സ്ഥാനത്ത് ഇവിടെ 4 ആണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആൻസർ എന്താ വരേണ്ടത്? 2n - 1. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് കൊടുത്തു നോക്കാം. 2n - 1. n-ൻ്റെ പ്ലേസിൽ 4 അല്ലേ നമ്മൾ എടുത്തത്. ഇപ്പോൾ 2 × 4 - 1 2 × 4 8, 8ൽ നിന്ന് 1 കുറച്ചാൽ 7 ആണ്. അപ്പോൾ നോക്ക്, ഇവിടെ കിട്ടിയത് 7 എന്നുള്ള ഉത്തരല്ലേ. അങ്ങനെ ഈ ഓരോന്നും ഉത്തരം കിട്ടാനുള്ള കാരണം ഇത് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ ഫോം 2n - 1 എന്നുള്ളതിനൊക്കെ ഈക്വൽ ആയിട്ട് മാറും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളോട് ഓൾജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതേപോലെ ഒന്ന് എഴുതി കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അടുത്തത് ചോദിക്കുന്നത് വാട്ട് ഈസ് 50² - 49². അപ്പോൾ n-ൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? 50 അല്ലേ? നമ്മൾ n² എന്നല്ലായിരുന്നു ആദ്യം എഴുതിയത്. അപ്പോൾ നമുക്ക് കിട്ടി 2n - 1 എന്ന് ഉത്തരം കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? n-ൻ്റെ സ്ഥാനത്ത് 50 കൊടുത്താൽ അതിന് പിന്നെ അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പോകണ്ട അല്ലേ? 2n - 1 എന്ന് കൊടുക്കുന്നു. 2 × ഇവിടെ 50 അല്ലേ n എന്ന് പറയുന്നത്.
2 ഇൻറ്റു 50 മൈനസ് 1. 2n എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു n ആണ്. 2 ഇൻറ്റു 50 100 100 മൈനസ് 1 എന്ത് വരും? 99 എന്ന് വരും ഇതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? അതേപോലെ ചെയ്യാം. നിങ്ങൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് റെഫർ ചെയ്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നോക്കുക, നമുക്ക് ഈ ചോദ്യം വരുന്നില്ല. പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളതാണ്, ബഹുഭുജങ്ങളാണ്, അത് നമുക്ക് വേണ്ട. പിന്നെ ഇതിൽ 12ാമത്തെ ചോദ്യം എന്താണ്? നമ്മൾ ക്ലാസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് പോയി ചെക്ക് ചെയ്യുക കേട്ടോ. മിസ് ഇവിടെ പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് കുറേ ടൈം വേണം. ഓക്കെ. അതേപോലെ തന്നെ ഈ ബി ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അക്കൗണ്ട് ചെക്ക് ചെയ്യുക കേട്ടോ. ദ പിക്ചർ ഷോസ്. ഇനി 13ാമത്തെ ചോദ്യം നോക്കാം. എ സ്ക്വയർ ഫോംഡ് ബൈ 9 dates ഓഫ് എ month in a calendar. The difference of the diagonal products give 28. അല്ലേ? ഇതേ ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ടെക്സ്റ്റിൽ. നമുക്ക് നോക്കാം. 2 ഇൻറ്റു എന്നിട്ട് അവരെന്താ പറയുന്നത്? ഈ ഏത് കോർണറിലുള്ള, അതായത് 4 മൂലകളിലുള്ള ഒരു കലണ്ടറിലുള്ള 9 ഡേറ്റുകളാണ് ഇതിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് ഡയഗണലിൽ വരുന്ന, അതായത് ഈ കോർണറുകളുള്ള 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്തു, ഇത് തമ്മിൽ ഗുണിച്ചു, എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം 2 ഇൻറ്റു 18 ചെയ്തു, അപ്പം 36 കിട്ടി. പിന്നെ ഈ 4ഉം 16ഉം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 64 കിട്ടി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? 28. ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ 28 എന്ന് കിട്ടും. എക്സ്പ്ലെയിൻ വൈ ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ products is 28 and for any such of 9 dates. ഏതെടുത്താലും ഇങ്ങനെ തന്നെയാണോ വരിക? ഇത് എന്തുകൊണ്ടാണ് ഇത് തമ്മിൽ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്? 28 കിട്ടിയത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ, അതായത് കോർണറിലുള്ള നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 2, 18 അല്ലേ? അപ്പോൾ ഏതൊരു കലണ്ടർ എടുത്തു കഴിഞ്ഞാലും മിസ് എക്സ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഇതിനെങ്ങനെയാണ് പറയാം? അത് കുറച്ച് ലെങ്തി ആയിട്ട് പറയാനുണ്ട്. ഇപ്പോൾ 1/2 hours ആയില്ലേ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി മിസ് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള ചോദ്യങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അതിന് മുന്നേ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് നെക്സ്റ്റ് പാർട്ട് കാണാം. ഓക്കെ അല്ലേ? താങ്ക് യു.